കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ ധാതു സമ്പന്നമായ സംസ്ഥാനങ്ങളെ സർക്കാർ പിന്തുണയ്ക്കും. റെയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റുകൾക്കായുള്ള ഒരു പദ്ധതി 2025 നവംബറിൽ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. MSMEകളുടെ പാലന കാര്യങ്ങളിൽ സഹായിക്കാൻ കോർപ്പറേറ്റ് മിത്ര മുനിസിപ്പൽ ബോണ്ടുകൾ പുറത്തിറക്കുന്നത് പ്രോത്സാഹിക്കും. വടക്ക് കിഴക്കൻ മേഖലയിൽ ബുദ്ധ സർക്യൂട്ടുകളുടെ വികസനം. അരുണാചൽ പ്രദേശ്, സിക്കിം, അസം, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിൽ ബുദ്ധ സർക്യൂട്ടുകൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതി സർക്കാർ ആരംഭിക്കും. ഇത് ക്ഷേത്രങ്ങളുടെയും ആശ്രമങ്ങളുടെയും സംരക്ഷണം, തീർത്ഥാടന വ്യാഖ്യാന കേന്ദ്രങ്ങൾ, കണക്ടിവിറ്റി, തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളും. തേരാവാദ, മഹായാന, വജ്രയാന, ബുദ്ധ പാരമ്പര്യങ്ങളുടെ നാഗരിക സംഗമമായ വടക്ക് കിഴക്കൻ മേഖലയിലെ ടൂറിസത്തിന് ഇത് സഹായിക്കും. നോർത്ത് ഈസ്റ്റ് റീജിയൻ ഭാവിയിലേക്കുള്ള ഓറഞ്ച് ഇക്കോണമി കെട്ടിപ്പടുക്കുന്നു. ഇന്ത്യയിലെ ആനിമേഷൻ, വിഷ്വൽ ഇഫക്ട്സ്, ഗെയിമിംഗ്, കോമിക്സ് AVGC മേഖലയ്ക്ക് 2030 20 ലക്ഷം വിദഗ്ധരെ ആവശ്യമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുംബൈയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജീസിന്റെ സഹകരണത്തോടെ 15,000 സെക്കൻഡറി സ്കൂളുകളിലും 15,000 സെക്കൻഡറി സ്കൂൾസ്, 500 കോളേജുകളിലും AVGC കണ്ടന്റ് ക്രിയേറ്റർ ലാബുകൾ സ്ഥാപിക്കുന്നതിന് സർക്കാർ പിന്തുണ നൽകും. വ്യവസായങ്ങളെ സഹായിക്കാൻ കാർബൺ ക്യാപ്ചർ, യൂട്ടിലൈസേഷൻ ആൻഡ് സ്റ്റോറേജ് സാങ്കേതിക വിദ്യകൾ, ഊർജം, ഉരുക്ക്, സിമന്റ്, റിഫൈനറികൾ, കെമിക്കൽസ് ഉൾപ്പെടെ 5 വ്യാവസായിക മേഖലകൾക്ക് ഇത്തരം കളക്ഷൻ ക്യാപ്ചറിംഗ് സെന്റേഴ്സ് സാങ്കേതിക വിദ്യകൾ കരുത്തു പകരും. അടുത്ത 5 വർഷത്തേക്ക് ഇതിനായി 20,000 കോടി രൂപയാണ് അനുവദിക്കുക. സിറ്റി ഇക്കണോമിക് റീജനുകൾ CER വഴി Tier 2, Tier 3 നഗരങ്ങളുടെ സാമ്പത്തിക സാധ്യതകളുടെ ഉപയോഗം. നഗരങ്ങളുടെ പൂർണ്ണമായ സാമ്പത്തിക സാധ്യതകൾ കൈവരിക്കുന്നതിനായി അവയുടെ പ്രത്യേക വളർച്ചാ ചാലകങ്ങളെ, ഗ്രോത്ത് ഡ്രൈവേഴ്സിനെ അടിസ്ഥാനമാക്കി ഭൂപടം തയ്യാറാക്കും. പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി അടുത്ത 5 വർഷത്തേക്ക് ഓരോ CER-നും 5,000 കോടി രൂപ അനുവദിക്കും. പ്രത്യേക സാമ്പത്തിക മേഖലകൾക്കായുള്ള SEZ നടപടികൾ. SEZ-ലെ അർഹരായ നിർമ്മാണ യൂണിറ്റുകൾക്ക് ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയയിലേക്ക് ഇളവുകളോടെയുള്ള ഡ്യൂട്ടി നിരക്കിൽ വിൽപ്പന സുഗമമാക്കുന്നതിനുള്ള ഒരു പ്രത്യേക ഒറ്റത്തവണ നടപടിയാണ്. ഇത്തരത്തിലുള്ള വിൽപ്പനകൾ അവരുടെ കയറ്റുമതിയുടെ നിശ്ചിത അനുപാതത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തും. DTA-യിലെ യൂണിറ്റുകൾക്ക് തുല്യമായ അവസരങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് ഈ നടപടികൾ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ നിയന്ത്രണ മാറ്റങ്ങൾ വരുത്തും. SEZ-കളിലെ നിർമ്മാണ യൂണിറ്റുകളുടെ ശേഷി വിനിയോഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കാൻ ഇത് വലിയ തോതിൽ സഹായിക്കും. കായിക മേഖലയ്ക്കുള്ള പരിവർത്തന നടപടികൾ. അടുത്ത ദശകത്തിൽ ഈ മേഖലയെ മാറ്റുന്നതിനായി ഖേലോ ഇന്ത്യ മിഷൻ ആരംഭിക്കും. എല്ലാ തലത്തിലുമുള്ള ഉദ്യോഗസ്ഥരെയും, കായിക താരങ്ങൾ, പരിശീലകർ, സപ്പോർട്ട് സ്റ്റാഫ്, സാങ്കേതിക വിദ്യയുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. കായിക ഉപകരണങ്ങളുടെ നിർമ്മാണവും നൂതനമായ ഡിസൈനുകളും മെറ്റീരിയൽ സയൻസിലെ ഗവേഷണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു പ്രത്യേക പദ്ധതി ആരംഭിക്കുന്നുമാണ്.
പൈതൃക സാംസ്കാരിക വിനോദസഞ്ചാര മേഖലയുടെ മുഖച്ഛായ മാറ്റുന്നു. സാരനാഥ്